ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ എല്ലാവർക്കും? അപ്പൊ ഇന്ന് ഞങ്ങള് ഇവിടെ ഒരു ചെറിയ റോഡ് ട്രിപ്പ് പോവാണ്. ഇവിടെ കാനഡയിൽ അത്യാവശ്യം ഫോൾ സീസൺ ഒക്കെ ആയിട്ട് ഇലകളൊക്കെ നല്ല കളറൊക്കെ മാറിയിട്ട് മരങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഫോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീസണാണ്. അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ ഒക്ടോബർ തുടങ്ങിയപ്പോൾ മുതൽ പ്ലാൻ ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൾ ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ റോഡ് ട്രിപ്പ് പോവുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളേഴ്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്തവണ അവസാനം പ്ലാൻ ചെയ്ത് ഒക്ടോബർ തീരാറായപ്പോഴേക്കും നമുക്ക് ടൈം കിട്ടി. നമ്മൾ ഇന്ന് ചെറിയൊരു റോഡ് ട്രിപ്പ് പോവാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് നമ്മൾ പോകുന്ന സ്ഥലം. ഇതൊരു പംകിൻ പാച്ചും പംകിൻസും എല്ലാം കൂടെ ഉള്ള ഒരു ഫാം ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ ചെല്ലുമ്പോൾ അറിവുള്ള ബാക്കി ഞാൻ കുറച്ച് ഇൻസ്റ്റയിൽ എന്തൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തൊരു സ്ഥലമാണ്. ഏതായാലും ചെല്ലുമ്പോൾ പോകുന്ന വഴിയുള്ള മറ്റേ ട്രീസ് കളർ മാറി നിൽക്കുന്നതും റോഡ്സും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിതേ ഏകദേശം ഒരു പകുതി വഴിയായിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ നമ്മുടെ സ്ഥലത്തേക്ക്. നമ്മളൊരു ടിമ്മിൽ അതിനിടയ്ക്ക് കയറിയിട്ട് ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ വരെ എത്തണ്ടേ, ഉറങ്ങാണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ വഴിയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഈ ഫോൾ കളറൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും ട്രാഫിക്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടുന്ന് ഇനി എപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് മഴക്കാർ കാണുന്നുണ്ട്. ഇടയ്ക്ക് നല്ല വെയിൽ വരും, ഇടയ്ക്ക് മഴക്കാർ വരും. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ല. അങ്ങോട്ട് ദൂരേക്ക് വലിയ മഴക്കാറൊന്നും കാണുന്നില്ല, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പം ഇനി ഒരു 42 മിനിറ്റ്സ് ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്ന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, നല്ല രസമുണ്ട്. പോകുന്ന വഴി ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പൊ അതെ, ഞങ്ങൾ ഏകദേശം ഒരു 24 മിനിറ്റിലെത്തും. മിസിസാഗൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു കൺട്രി സൈഡ് ആയിരിക്കും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ കൺട്രി സൈഡിലേക്ക് കയറുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. ഗൈസ്, നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കുറേ പേരുണ്ട്, കുറേ വണ്ടിയെല്ലാം ഉണ്ട്. എന്താണ് അവസ്ഥ, എവിടെയാണ് വണ്ടി നിർത്തേണ്ടതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എക്സൈറ്റഡ് ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പൊ അതെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുട്ടർ എക്സൈറ്റഡ് ആണോ? നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതേ ഫാമിന്റെ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഇവിടെ ആണെങ്കിൽ ഫുള്ള് പംകിൻ, മൊത്തം പംകിൻ. ഇതെന്തോ പിക്ക് ചെയ്യുന്ന സ്ഥലം പോലെയാണ്. ഇങ്ങനെ നമുക്ക് കാർട്ടൊക്കെ ആയിട്ട് പോയിട്ട് വേണമെങ്കിൽ പിക്ക് ചെയ്യാം. നമ്മൾ പിക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫുൾ കാണാമെന്ന്. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്തോ ഇതിന്റെ പ്രൈസ് ആണ്. ഡിസ്പ്ലേ ഇതുണ്ടോ, സൈസ് അനുസരിച്ചിട്ടാണ് പ്രൈസ്. ഈ വലിയ പംകിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് $6.50 ആണ്. അപ്പൊ പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് പൈസ കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങള് പിക്ക് ചെയ്യുന്നൊന്നുമില്ല, ഫുൾ നോക്കി. നല്ല ഈസ്തറ്റിക് ഒരു സ്ഥലം. ബെസ്റ്റ് ഡിസിഷൻ, ഫോണിൽ ഞാൻ ചെയ്തൊരു ബെസ്റ്റ് ഡിസിഷൻ. എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. ക്യൂട്ട് കാറ് കണ്ടോ, എന്ത് രസമാണ്. കാറ് കണ്ടോ, നല്ല രസം. ഭയങ്കര ക്യൂട്ട് കാറും പംകിനും. ഞാൻ ഈ കാറിന്ന് തുറന്നോട്ടെ. ഇതിനകത്ത് എന്റെ സംഭവം തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് തുറക്കാനൊന്നും പറ്റൂല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ,
സാധാരണ നമ്മൾ ഈ ഇൻസ്റ്റയിൽ കുറേ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻ അത്രയും കിട്ടത്തില്ലല്ലോ, ഒരുമാതിരി സ്ഥലമായിരിക്കില്ലല്ലോ, നമ്മൾ കണ്ടത്ര സെറ്റപ്പ് ഒന്നും നമുക്ക് വരുമ്പോൾ തോന്നില്ല. പക്ഷെ ഇത് ഞാൻ കണ്ടപോലെ തന്നെയുണ്ട്, കണ്ടതിലും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പംകിൻ പാച്ചിൽ വരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ചെവിയൊക്കെ വേദന എടുക്കുന്നു തണുത്തിട്ട്. എന്നാലും ഇത് ഭയങ്കര എസ്തറ്റിക് ആയതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ നടന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാരമൽ കഴിക്കും എൻ്റെ താല്പര്യമില്ല. വേറെ സ്വീറ്റ് ആൻഡ് സോൾട്ടി പോപ്കോൺ എടുക്കാം എന്നാണ് നമ്മളുടെ പ്ലാൻ. ഞാനൊരു പോപ്കോൺ എടുക്കാൻ പോവാണ്. സ്വീറ്റ് ആൻഡ് സോൾട്ടി എടുക്കാന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ഇവിടെ എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട്. നമ്മൾ സ്വീറ്റ് ആൻഡ് സോൾട്ടി പോപ്കോൺ ഒക്കെ വാങ്ങിക്കാം. സ്ഥലം ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഇതിവിടെ വിന്റർ പോലത്തെ തണുപ്പ്. നമ്മുടെ ലണ്ടനിലൊന്നും ഇത്രയും തണുപ്പ് എനിക്ക് തോന്നുന്നില്ലായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ ഇവിടെ വന്നിട്ട് കറക്റ്റ് ഒരുമാതിരി വിന്റർ തുടങ്ങിയ പോലത്തെ തണുപ്പ്. എനിക്ക് തലവേദന എടുക്കുന്നു തണുപ്പെല്ലാം കൂടെ അടിച്ചിട്ട്, ചെവിയൊക്കെ വേദന എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പോപ്കോൺ വാങ്ങിയിട്ട് ഞാനും വിവിയും കൂടെ ഒരു പോപ്കോൺ വാങ്ങി എന്നിട്ട് കാറിൽ വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പോപ്കോണൊക്കെ കഴിച്ച് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് വാമാക്കിയിട്ട് പയ്യെ പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് കുറച്ച് റെസ്റ്റ് വേണം, എന്നെ കൊണ്ട് വയ്യ, നല്ല തണുപ്പിന് നാവൊക്കെ ഒഴിയുക തണുപ്പിന്. കുട്ടൻ എന്ത് ചെയ്താ? കുട്ട ക്യാമറയിൽ തണുപ്പൊക്കെ സഹിച്ച് കൈയൊക്കെ തണുത്തിട്ട് എൻ്റെ അമ്മേ. കുട്ടൻ്റെ ഡെഡിക്കേഷൻ കാരണം കുട്ട ക്യാമറയിൽ കുറെ എന്തൊക്കെയോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ തണുപ്പെടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തണുപ്പ്, ഇത്രയും തണുപ്പ് ഉണ്ടായിരിക്കും വിചാരിച്ചില്ല. കുറച്ച് നേരം പോപ്കോൺ കഴിക്കട്ടെ. ഇവിടെ ഐസ്ക്രീം സ്റ്റാൻഡൊക്കെ ഉണ്ട്, അത് മേടിക്കണം. നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കണം കേട്ടോ. പക്ഷെ നല്ല ക്യൂട്ടൊരു ഐസ്ക്രീം കണ്ടായിരുന്നോ പംകിൻ്റെ അകത്ത്? ഒരെണ്ണം വാങ്ങിക്കാം നമുക്ക്. നല്ല രസം കാണാൻ വേണ്ടിട്ട്. പോപ്കോൺ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇത് സോൾട്ട് ആൻഡ് സ്വീറ്റ് അല്ലേ? കൊള്ളാം, ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പോപ്കോൺ കൊള്ളാം. നല്ല രീതിയിൽ വിശന്നിരിക്കുമായിരുന്നു. ഈ പോപ്കോൺ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി. അതിനിടയ്ക്ക് നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ വിശന്നത് കൊണ്ട് നമ്മളിത് ഇവിടെ അടുത്തുള്ളൊരു മക്ഡൊണാൾഡ്സിൽ വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ചവിടെ വീണ്ടും പോവാണ്. ഇപ്പം പിന്നെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു, ഒരു സമാധാനമുണ്ട്. ഇവിടെ തണുപ്പ് കുറവാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഇച്ചിരി ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ്. എന്തായാലും ഒന്നും കൂടെ തിരിച്ച് വീണ്ടും പോയിട്ട് കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാനാണ് നമ്മളുടെ പ്ലാൻ. എന്റെ മൂക്കൊക്കെ ചുമന്നിരിക്കുക. അതേ പറഞ്ഞേ. വേണമെന്നുണ്ട്, പക്ഷെ ക്ലീശ അല്ല, എനിക്കിഷ്ടമാണ്. അവിടെ ചെന്നിട്ട് പിടിക്കാം. ഇത് മൊത്തം എന്തോ പറ്റിയ പോലത്തെ പംകിൻസ് ആണ്. പക്ഷെ അതെന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. ഓ, ഇത് ഓറഞ്ചിൽ എന്തോ പച്ച അറിയാൻ തന്നെ കയറി വരുന്നതല്ലേ? ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നി പംകിൻ അല്ലേ കൂട്ടാ? പക്ഷെ എന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. ഷേപ്പെല്ലാം മാറി ഒരുമാതിരി ഇരിക്കുന്ന പംകിനാ. പക്ഷെ എന്ത് രസമാണ് കാണാൻ. ഞാൻ പംകിൻ പിടിക്കട്ടെ? നീ വരുന്നു. ഇതെന്താ ഇങ്ങോട്ട് വരുവാണോ? നല്ല രസമുണ്ടേ. എന്താ വരുന്നത്? You're not joking. What? You're not gonna get the fish. ഉള്ളോ? അതെന്നെ സാധനം? കാളയാണോ? ഡോങ്കിയാ? നമ്മുടെ കഴുതയില്ലേ, ഡോങ്കി എന്ന് പറഞ്ഞ സാധനം. അതിന് ഞാൻ ഇതുവരെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അതേ നിൽക്കുന്നു നമ്മുടെ ഡോങ്കി. പിന്നെ ഒരു പശുവാന്ന് തോന്നുന്നു.
കാളയാണ് ഗൈസ്, പശുവല്ല, കാളയാന്ന് തോന്നുന്നു. ഇത് കൂടാണ്ട് ഇവിടെ കുറെ ആടുകളൊക്കെ ഉണ്ട്. ഇത് ആടല്ലേ? ഓ, ഇത് തൊടാൻ പറ്റുമോ? ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ അല്ലേ? ഇത് തൊടണോ? ഈ ആട് പ്രഗ്നന്റ് ആണെന്നുകൊണ്ട് വയറുണ്ടോ അല്ലേ? നല്ല വലിയ ഇതെന്നെ കുട്ടാ? തുപ്പോ? അൽപ്പാക്കിയ തുപ്പും നമ്മൾ അടുത്തുണ്ടാല്. Oh, that's so cool. നമ്മള് അപ്പൊ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഒരു ഫ്ലവേഴ്സ്, കുറച്ച് എന്തൊക്കെയോ ഒരു കാട്ടുചെടിയാന്ന് തോന്നുന്നു, അതുപോലത്തെ എന്തോ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ചെറിയ ഫീൽഡ്. അപ്പോൾ നമ്മൾ അതും കൂടെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല, അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ക്യൂട്ട് എസ്തെറ്റിക് സ്ഥലമില്ല. എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക്, എല്ലായിടവും നല്ല രസം. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. കുട്ടാ, വേറെ കുട്ടൻ? നല്ല രസമില്ലേ കാണാൻ? കാട്ടുചെടി പോലെ ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ കാണും. ഇതെന്ത് എന്ത് പോവായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അല്ലേ? നല്ലൊരു സ്ഥലം. അപ്പൊ ഏകദേശം നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ഇവിടുത്തെ ക്യൂട്ട് പംകിനകത്ത് കുറച്ച് ഐസ്ക്രീം വെച്ചിട്ടൊക്കെ ഉള്ള എന്തോ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത് നെറ്റാ ഐസ്ക്രീം വാങ്ങിയാലോ? പോകുന്ന ഐസ്ക്രീം ഈ പംകിൻ സൺഡേ ആണ്. സൺഡേ കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്, പക്ഷെ ഇതിൽ ക്യൂട്ട് കാണാൻ വേണ്ടിട്ട് ഈ പംകിൻ സൺഡേ. അപ്പൊ ഇത് വാങ്ങിക്കാം. എങ്ങനെയുണ്ട് സൺഡേ? നല്ലതാണോ? ആ, നല്ല തണുപ്പത്തിരുന്നിട്ട്, നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട്. കുറച്ച് ഐസ്ക്രീം കഴിക്കാം, നോക്കട്ടെ. കൊള്ളാം, കൊള്ളാല്ലേ? സംഭവത്തിന്റെ ഷേപ്പ് കോണാണെങ്കിലും കഴിച്ചു വന്നപ്പോഴേക്ക് അവസാനം അകത്തൊരു വലിയ തൊള. അതുണ്ടോ? തൊളയായിരുന്നു തൊള. അങ്ങനെ നമ്മള് ഐസ്ക്രീം പുറത്തിരുന്ന് കഴിക്കാനുള്ള എനർജി ഞങ്ങൾക്കില്ല, നല്ല തണുപ്പായതുകൊണ്ട്. അപ്പം നമ്മളിതേ പയ്യെ ഐസ്ക്രീം എല്ലാം എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കാറിലേക്ക്. വെയിൽ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവിടെ നമ്മൾ കാറിൽ കയറാമെന്ന് വിചാരിച്ചു. ഒരു ബൈ പറയോ എന്റെ സബ്സ്ക്രൈബേഴ്സിന്? എന്റെ 5000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സ്. ബൈ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.